ഹരേ കൃഷ്ണ. ശ്രീരാമലക്ഷ്മണന്മാരെ ദശരഥ മഹാരാജാവ് കണ്ടുമുട്ടുന്ന കഥാഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. കൈലാസനാഥൻ ശ്രീരാമനോട് പറഞ്ഞു, അതാ മുകളിലേക്ക് നോക്കൂ, അങ്ങയുടെ പിതാവ് ദേവകളോടൊപ്പം നിൽക്കുന്നത് കാണുന്നില്ലേ? അത് കേട്ട് ശ്രീരാമനും ലക്ഷ്മണനും ആ ദിശയിലേക്ക് നോക്കി. നിലം തൊടാതെ നിൽക്കുന്ന ആ ദിവ്യ വിമാനത്തിലിരുന്നു ദശരഥ മഹാരാജാവ് പുത്രന്മാരെ നോക്കി പുഞ്ചിരി തൂകുന്നുണ്ടായിരുന്നു. അത് കണ്ട് സന്തുഷ്ടരായ രാമലക്ഷ്മണന്മാർ സീതാദേവിയോടൊപ്പം പിതാവിൻ്റെ പാതാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അപ്പോൾ ദശരഥ മഹാരാജാവ് പറഞ്ഞു, പ്രിയപ്പെട്ട മകനെ രാമചന്ദ്ര, നിന്നെ പിരിഞ്ഞതുമൂലമാണ് എനിക്ക് ദേഹം വെടിയേണ്ടി വന്നത്. നിന്റെ വിരഹം മൂലം സ്വർഗവാസം പോലും എനിക്ക് അസഹ്യമായി തീർന്നിരിക്കുന്നു. മകനെ, പുത്ര, നിന്റെ വനവാസം അവസാനിച്ചിരിക്കുന്നു. നീ ഉടനെ അയോധ്യയിൽ മടങ്ങിച്ചെന്ന് പ്രജാപരിപാലനം നടത്തിയാലും. ശ്രീരാമൻ ദശരഥ പാദം വന്ദിച്ചിട്ട് പറഞ്ഞു, പിതാശ്രീ, അങ്ങൊരിക്കലും കൈകേയി മാതാവിനെയും പുത്രൻ ഭരതനെയും വെറുപ്പിക്കരുത്. അങ്ങ് പണ്ട് എന്താണ് കൈകേയി മാതാവിനോട് പറഞ്ഞതെന്ന് അങ്ങ് ഓർക്കുന്നുണ്ടോ? പുത്രനോടുകൂടി നിന്നെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നുവെന്നാണ് അങ്ങ് പറഞ്ഞത്. ശരിയാണ് പുത്ര, ഞാൻ ആ വാക്കുകൾ തിരിച്ചെടുത്തിരിക്കുന്നു. ലക്ഷ്മണ, നീ സദാ ജ്യേഷ്ഠനെ സേവിച്ച് കഴിയണം. ലക്ഷ്മണൻ അങ്ങനെ ചെയ്യാമെന്ന് പിതാവിന് വാക്കുകൊടുത്തു. പിന്നെ ദശരഥൻ സീതയോടായി പറഞ്ഞു, മകളെ, നീ ഒരിക്കലും രാമനെ പഴിക്കരുത്. നിന്റെ നിരപരാധിത്വം ലോകത്തെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് രാമൻ ചിലതൊക്കെ പറഞ്ഞത് എന്ന് കരുതി നീ ഒരിക്കലും രാമനെ വെറുക്കരുത്. പതിവ്രതയായ സ്ത്രീക്ക് പതി തന്നെയാണ് ദൈവം എന്നുപദേശിച്ച ശേഷം ദശരഥൻ ദേവകളോടൊപ്പം അപ്രത്യക്ഷമായി. ആ സമയത്ത് അവിടെ എത്തിയ ദേവേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു, ഹേ ദശരഥ നന്ദന, അങ്ങയോട് ഞങ്ങൾക്കൊരിക്കലും തീർത്താലും തീരാത്ത കടപ്പാടുണ്ട്. ദുഷ്ടന്മാരായ രാക്ഷസന്മാരെ നിഗ്രഹിച്ച് ദേവന്മാരുടെ ശത്രുഭീതി നീക്കിയത് അങ്ങാണ്. എല്ലാം മംഗളമായി കലാശിച്ചിരിക്കുന്ന ഈ വേളയിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അതറിയിച്ചാലും. പുരന്ദര, അങ്ങ് ചോദിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ ഒരാഗ്രഹം പറയാം. എനിക്ക് വേണ്ടി യുദ്ധം ചെയ്ത് മരിച്ചവരെ മുഴുവൻ ജീവിപ്പിച്ചു തന്നാലും. ഉടനെ ദേവേന്ദ്രൻ അമൃത തളിച്ച് ഏവരെയും ജീവിപ്പിച്ചിട്ട് വിണ്ണിലേക്ക് മറഞ്ഞു. ഹരേ കൃഷ്ണ. അടുത്ത ഭാഗത്ത് വിഭീഷണന്റെ ആഗ്രഹം